ബിഗ് ബോസ് മലയാളം സീസൺ 7 രാവിലെ ലൈവിൽ അനുമോളും അനീഷും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ കാര്യങ്ങൾ ഇന്ന് സജീവമായിട്ട് എല്ലാത്തിലും ഇടപഴകുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, ഇന്നലത്തെ കാര്യമൊക്കെ അവിടെ വിട്ടേക്ക്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, ഇന്ന് പുതിയ ദിവസമാണ്. നമ്മൾ എന്ന് സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ സങ്കടപ്പെടാൻ മാത്രമേ നേരം ഉണ്ടാവത്തുള്ളൂ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, ഇന്ന് പുതിയൊരു ദിവസമാണ്. അപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുക, എല്ലാത്തിലും ഇടപഴകുക, എല്ലാത്തിലും നേരത്തെ പോലെ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീഷ് അനുമോള് വല്ലാണ്ട് അങ്ങ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആര് സങ്കടപ്പെട്ടാലും അനീഷ് അവർക്കൊരു ആശ്വാസമായിട്ട് വരുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതാണ്. എന്നാൽ ആ ഒരു കാര്യത്തില് അതായത് ഈ അനുവിന്റെ ഒരു കാര്യം വരുന്ന സമയത്ത് പലരും പറയുന്നത് അനീഷ് അനുമോളിലെ ഗെയിമിൽ വീണുപോയി എന്നാണ്. എന്നാൽ സത്യം പറയാലോ, അത് ശുദ്ധ വിവരക്കേടാണ് കേട്ടോ. അനീഷിന്റെ ഗെയിം എന്താണെന്നും അനു എന്താണെന്നും ശരിക്കും മനസ്സിലാക്കിയവർ ശരിക്കും അങ്ങനെ പറയത്തില്ല. അനീഷ് ഒന്നുകിൽ ഒരു മാനസിക പരിഗണന വെച്ചായിരിക്കും അനുമോളുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവുക. ഒരു മത്സരാർത്ഥി ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു മത്സരാർത്ഥിക്ക് ഗുണം ചെയ്യും എന്ന് കരുതിയിട്ട് ഒറ്റപ്പെടാൻ അനുവദിക്കാതെ കൂടെ നിൽക്കുന്നതും ചിലപ്പോൾ അനീഷിന്റെ ഒരു ഗെയിം ആവാം. അല്ലെങ്കിൽ മുൻപൊക്കെ മറ്റെല്ലാവരും കൂടി അനീഷിനെതിരെ തിരിഞ്ഞിട്ട് അനീഷിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അനീഷിനോട് അല്പമെങ്കിലും ഒരു മനുഷ്യത്വം കാണിച്ച് കൂടെ നിൽക്കുന്നത് നമ്മുടെ അനുമോളാണ്. ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടുള്ള ഒരു കരുതലാവാം ഇത്. കാഴ്ചയിൽ നല്ല സുഹൃത്തുക്കളായിട്ട് തോന്നുന്നുവെങ്കിലും സത്യത്തിൽ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ.